ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാട്ടുള്ളത്. അപ്പോൾ വീട്ടിലത്തെ കുറച്ച് വിശേഷം കാണിച്ചു തരാൻ നേരിട്ടാ. അപ്പോൾ അതാ രാവിലെ നേരെ ചായ ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞു. ദോശ ഉണ്ടാക്കിയിട്ട് ദോശ കിട്ടാനത് അവിടെ തന്നെ ഇട്ടു കേട്ടോ. കാരണം ദോശക്കല്ലിൽ നിന്ന് കിട്ടണേ ഇല്ല. അപ്പോൾ അമ്മ പറഞ്ഞ പത്തിരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പത്തിരി ഉണ്ട് അമ്മയ്ക്ക് ഭയങ്കര പൂതി. കാരണം ഞങ്ങളെല്ലാവരും വരുമ്പോൾ മാത്രമേ പത്തിരി ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് അത് വാട്ടിക്കുഴച്ച് പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അമ്മ അത് ഉണ്ടാക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പൂതി പത്തിരി തിന്നാൻ. അപ്പോൾ എന്നാൽ പത്തിരി ഉണ്ടാക്കാൻ കരുതി അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിന്നിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കല്യാണിനൊക്കെ ഒന്ന് കളിപ്പിച്ച് ടോമീനെ പിന്നെ കൂട്ടുന്ന വിട്ടിട്ടുണ്ട് കേട്ടോ. അച്ഛനെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ടോമി മുറ്റത്ത് കൂടെയൊക്കെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അടുക്കളയ്ക്ക് പോവാം. വാ ഓളാക്കെ ക്ലിയറായി കണ്ട മുഖം ഇത് രാവിലെ അമ്മ ഉണ്ടാക്കിയ ദോശ, പക്ഷെ എടുക്കാൻ കിട്ടാതെ ഈ കോഴ. അപ്പോൾ ഞാൻ മാവെടുത്തിട്ടുണ്ടാകും. ചട്ടിന്റെ ദോശ അതല്ല ദോശക്കല്ലിന്റെ ദോശ കേട്ടോ. പക്ഷെ ഈ ദോശ ഇല്ലേ, ഇങ്ങനെ മുരിഞ്ഞ ദോശക്കല്ലിൽ ഇങ്ങനെ എടുത്തിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ്. അപ്പൊ ഇങ്ങനെ ആരൊക്കെ തിന്നുന്ന ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞാനല്ലേ എല്ലാവരും തിന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തോ വിചാരിച്ചത്, മാവ് ദോശ ഉണ്ടാക്കി പുഴുകുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് കൊടുത്തിട്ട് പത്തിരി ഉണ്ടാക്കാൻ. പത്തിരി ആകുമ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട, വെറുതെ തിന്നാം. ദോശ കലാക്കണേക്ക് കറി വേണം. അപ്പൊ പത്തിരി ആകുമ്പോൾ വെറുതെ ഇങ്ങനെ തിന്നാലോ. അപ്പൊ അതിന്റെ എഴുതി കുറച്ച് പത്തിരി ഉണ്ടാക്കാലോ. അപ്പൊ ഞാൻ ഒന്ന് വീട്ടിൽ പോകും കേട്ടോ. ഇന്ന് ഞാൻ സ്ഥലത്ത് തിരിച്ചു പോകും. കാരണം സോനിനെ കൊണ്ടിട്ടില്ല, സോനി അവിടെയാണ്. അപ്പൊ സ്കൂളൊക്കെ ഉള്ളതല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നേത് കുറച്ച് സമയം. അല്ല നിങ്ങളിപ്പോ സോനിയല്ലേ പിന്നെ സ്കൂളിൽ ഇപ്പൊ നിങ്ങള് പോണ്? മതി കൊറേ ഉണ്ടാക്കാൻ വൈകുന്നേരത്തേക്ക് കുറച്ച് ഉണ്ടായിക്കോളും. ഇപ്പൊ ഞാൻ നിങ്ങളെപ്പോ പോണ്? അമ്മ എപ്പഴാ പോണ്? കണ്ടോ എപ്പഴാ പോണ് നിങ്ങള്? അമ്മ മരത്തിന്റെ ചട്ടക എന്താണ് വെള്ളം പിടിക്കുമ്പോഴല്ലേ വെള്ളം പകുതി വിറ്റത്താവും. ചട്ടകോ ചട്ടകോ ചട്ടക കത്തിയോട്ടോ അല്ല, ഇത് തിളക്കാനാണേ പൊടി. ഇതോട് പറ്റുമോ? പക്ഷെ കഴിവുള്ളൂ. പത്തിരി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പൂതിയാകുമ്പോൾ അമ്മ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുക ചെയ്തിട്ടോ. പക്ഷേ ആ പത്തിരി പേപ്പർ പോലെ നൈസായിട്ടാവും, പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വരുമ്പോൾ മാത്രമേ പത്തിരി ഉണ്ടാക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഭയങ്കര പൂതി, അപ്പം ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടേ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ഇത് അമ്മ കുറേ നേരം ഈ ദോശമ്മ കിടന്ന് കെട്ടി പറഞ്ഞിട്ട് അത് കിട്ടാതായിട്ടാണ് ഇപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് ഉണ്ടാക്കാൻ. ഇത് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. മുരിഞ്ഞ ഇന്നത്തെ പൊടിച്ച പൊടിയില് ചില സമയത്ത് ശരിയാവൂല. ഈ 4 സാധനല്ലേ ഇതിൻ്റെ ഉള്ളില്, അതിന്റെ കണ്ടോ കണ്ടോ അത് നീ മാറ്റണേ. ഇതൊക്കെ എങ്ങനെ നാശാവുന്നത്? അമ്മ കുറച്ച് തോനെ പൊടിയെടുത്തിട്ടുണ്ടാക്കാൻ പറയാം കേട്ടോ. വൈകുന്നേരത്തേയും കൂടിയും കഴിക്കാൻ വെച്ചിട്ടേ. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു കുറച്ച് പൊടിയെടുത്തിട്ട് ഇപ്പം ഉണ്ടാക്കുക. കാരണം സമയം ഇപ്പം തന്നെ കുറേ വൈകണം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോഴേക്ക് സമയം ഒരുപാടാവും, ഉച്ച സമയമാവും. അപ്പോൾ അത് അമ്മ പറഞ്ഞു നമുക്ക് ചിക്കനും കൂടി വാങ്ങിക്കൊണ്ടാ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം വെറുതെ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് തോനെ പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കനും കൂടി വാങ്ങിക്കൊടുന്നിട്ട് ചിക്കനും കൂട്ടിയിട്ട് കഴിക്കാറുണ്ട്. എന്നാലും ഞാൻ എന്നാലും 3 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാവും കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഞ്ഞ് വാട്ടിക്കുഴച്ച് എന്താ പറയുക പത്തിരി ആയി വരുമ്പോഴേക്ക് സമയം കുറച്ച് വൈകും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ദോശ എന്താ പറയുക ഒട്ടിപ്പിടിച്ച ദോശയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടോ, വിശപ്പ് ഒന്ന് താൻ വേണ്ടിയിട്ട്. മക്കളാരും കഴിച്ചിട്ടില്ല. സമ്പാടിക്ക് ഞാൻ ഗ്ലാസ് ചായയും പിന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നിട്ട് അത് കൊടുത്തിട്ടോ.
അപ്പോൾ സോനു അപ്പു പറഞ്ഞു അവന് ഇതൊക്കെ ആയിട്ട് മതി പറഞ്ഞിട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക ഒന്ന് ഇവിടെ ചൂടാറട്ടെ, ചൂടാറിയിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. ഇതൊക്കെയാണ് അമ്മയ്ക്ക് ഏറെ പണിയിട്ട്, ചൂട് കൊടുക്കനെ കുഴയ്ക്കാനും അത് പരത്താനും ഒക്കെ അമ്മ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വരുമ്പോൾ മാത്രം കേട്ടോ അതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അപ്പൂനോട് ചിക്കൻ വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ കടകളുള്ളത്. എനിക്കൊന്നും പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നടന്നാൽ മതി കേട്ടോ കടയ്ക്ക്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര സുഖം കേട്ടോ, കാരണം നമ്മൾ രാവിലെ ചായക്ക് കടിക്ക് കറിക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേഗം പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് ഉണ്ടാക്കണം. ചിക്കനായാലും മീനായാലും ഒക്കെ സുഖം കേട്ടോ. ഇവിടെ ആകുമ്പോൾ ചങ്ങരംകുളത്ത് ആകുമ്പോൾ ഞങ്ങൾക്ക് നടന്ന് പോവുകയാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ 50 രൂപ കൊടുക്കണം കേട്ടോ. അതൊക്കെ വാങ്ങിക്കൊടുന്ന് രാവിലെ ചായക്ക് കടിക്കുള്ള കറിക്ക് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അപ്പു എന്താ പറയുക ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇനി അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം. പൊടി വാട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് കുഴയ്ക്കും വേണം കേട്ടോ. ടോമിയേ വാ. അങ്ങനെയൊക്കെ ചെന്നു ഇട്ടെടുക്കേ. അമ്പാടിയെ പിന്നെ ചെരുപ്പല്ലേ കിടക്കുന്നു. ടോമീനെ വിടും കേട്ടോ. അപ്പോൾ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവനെ കൂട്ടിക്ക് കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛന് രാവിലെ കൂടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അവൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കേട്ടോ. അതേപോലെ കല്യാണം ഇത് കേട്ടോ അച്ഛൻ്റെ രാവിലത്തെ ഡ്യൂട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കുളിക്കൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ടോമി ഇവിടെ കാത്തിരിക്കട്ടെ പാലിന് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ പാല് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓനോട് പോയി കുടിക്കാൻ പറയട്ടെ. അപ്പോൾ ഓന് ഞങ്ങളൊക്കെ കണ്ടപ്പോഴേ ഓന് ഇന്ന് കൂട്ട് കയറാൻ ഭയങ്കര മടി. അവിടെ അമ്പാടി കേട്ടോ. അപ്പോൾ അമ്പാടിയിലായിട്ട് കുറേ നേരമൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ആദ്യമൊക്കെ കുറച്ച് പേടിയായിരുന്നു കേട്ടോ, പിന്നെ ഓന് ഭയങ്കര സെറ്റായിട്ടോ. അപ്പോൾ നല്ല ഒപ്പം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അവന് അങ്ങനെ ഒന്നും കാട്ടൂല കേട്ടോ ടോമി. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെ വേഗം കേൾക്കില്ല, കൂട്ട് കയറാൻ പറഞ്ഞാലും കേൾക്കില്ല, കാരണം ഞങ്ങളൊന്നും അത്ര പരിചയമില്ലല്ലോ, എപ്പോഴേലും വരുമ്പോഴെല്ലാം കാണലുള്ളൂ. അവിടെ അമ്മ അല്ലെങ്കിൽ എന്താ പറയുക അച്ഛനെ പറഞ്ഞിട്ടോ, അച്ഛൻ പറഞ്ഞാൽ വേഗം കേൾക്കും. അതുപോലെ അച്ഛനെ കുറച്ച് നേരം കാണാൻ ഞാൻ ഇങ്ങനെ തിരഞ്ഞ് നടക്കും കേട്ടോ. അതുപോലെ രാവിലെ നീക്കാഞ്ഞാലും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ റൂമിൽ പോയിട്ട് ഇങ്ങനെ വാതിലിൽ പോയിട്ട് മുട്ടും, അല്ലെങ്കിൽ വാതിൽ തുറന്ന് കിടക്കുകയാണെങ്കിൽ അച്ഛനെ പോയിട്ട് ഇങ്ങനെ തോണ്ടും കേട്ടോ. അപ്പോൾ അതാ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും അവൻ കൂട്ട് കയറിട്ടോ. അവൻ്റെ കൂടെ എപ്പോഴും വൃത്തിയായി കിടക്കും കേട്ടോ, കാരണം അച്ഛന് അങ്ങനെ ഇതായി കിടക്കുന്നത് ഇഷ്ടം തന്നെ അല്ല കേട്ടോ. അപ്പോൾ അവൻ്റെ കൂട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ രാവിലെ കുറച്ച് നേരമൊക്കെ ഒന്ന് വിടും, പിന്നെ കഴിഞ്ഞാൽ വിടില്ല കേട്ടോ. പിന്നെ ചൂട് സമയമായതുകൊണ്ട് ഇപ്പോൾ പിന്നെ അവനെ പുറത്തേക്ക് തന്നെ വിടും കേട്ടോ, കാരണം കുറച്ച് നേരം ഈ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അവനെ തണലത്ത് കൊണ്ടുപോയിട്ട് കേട്ടോ കേട്ടോ. അപ്പോൾ അവനവിടെ പോയി അല്ലെങ്കിൽ പിന്നെ അകത്ത് കൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കും കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെ മറ്റേ ലവ് ബേഡ്സുകളുണ്ട് കേട്ടോ, എന്താണ് ചങ്കരനും പാറും. അപ്പോൾ അവർക്ക് തീറ്റൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാവർക്കും ഒക്കെ കൊടുത്തു. അമ്മ ഇതാ തുണികളൊക്കെ തിരുമ്പാണ്. അപ്പോൾ അതൊക്കെ തിരുമ്പിട്ടിട്ട് ഞാൻ പൊടിയോടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പരത്തണം. അപ്പോൾ അപ്പു എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂന് അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അടുക്കള പണി എടുക്കണം ഭയങ്കര ഇഷ്ടം. അവനോരോ ഭയങ്കര കുക്കിംഗ് കേട്ടോ, കാരണം ഓരോരോ മോഡൽ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് അമ്മമ്മ ചിലപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറയും കേട്ടോ, എന്താ പറയുക അപ്പൂസ് അതുണ്ടാക്കി ഇതുണ്ടാക്കി പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാം. അപ്പോൾ ഞാൻ പറയും വീഡിയോ എടുത്ത് വെച്ചൂടെ, ഒക്കെ വീഡിയോ ഇടാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ഞാൻ. ഇപ്പോൾ ഓന് സ്കൂളിൽ വന്നാൽ എന്തേലും ഒന്നും തിന്നല്ലെങ്കിൽ ഓന് ആരും നോക്കും ചെയ്യില്ല. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓനെടുത്തിട്ടുണ്ടാക്കും കേട്ടോ. എന്നിട്ട് അമ്മേനെ പറയട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഓന് ഓരോന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഓന് ഫോണിലൊക്കെ കണ്ടിട്ട് ഓരോന്ന് കണ്ടിട്ടാണ് ഓന് ചെയ്യുന്നത്. ആദ്യം മുതലേ ഓന് ഇങ്ങനെ അടുക്കളയിൽ ഓരോന്ന് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് അതിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ ഞാൻ പരത്തിട്ടോ. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ഞാനും കൂടാറുണ്ട്. അപ്പോൾ അതാ എനിക്ക് പത്തിരി ഇങ്ങനെ അമർത്തി തരാണ്. അപ്പോൾ ഞാനത് വാട്ടി പരത്തി പൊടി തട്ടിയിട്ട് പ്ലേറ്റിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അമ്പാടി വന്നിട്ടോ. അപ്പോൾ അമ്പാടിക്ക് ഞാൻ ഒരു ഉരുള കൊടുത്തു. അപ്പോൾ ഓനതും കൊണ്ട് പുറത്തേക്ക് പോയിട്ടോ. അങ്ങനെ എന്താ പറയുക ഏകദേശം പത്തിരി കുഴക്കലും പരത്തലും ഒക്കെ കഴിയാനായിട്ടോ. ഇപ്പം തന്നെ നേരം 10 മണിയായിട്ടോ. ഇനിയിപ്പോൾ അത് ചുട്ട് വന്നിട്ട് ചാടിക്കുമ്പോഴേക്ക് സമയമാവട്ടോ. ഇനി ചിക്കനൊക്കെ അമ്മ കഴുകി വൃത്തിയാക്കി മസാല ആക്കിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ട് വേണം എന്താ പറയുക ഞാൻ അവിടെ നിന്നിട്ട് ഗ്യാസുമ്മ തന്നെ വെക്കാൻ. അപ്പോൾ ഞങ്ങളോട് മാറിയാലേ അടുപ്പത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ കുഴക്കലും അതേപോലെ ഇങ്ങനെ ഈ പ്രസ്സിൻ്റെ മുകളിൽ അമർത്തൽ കേട്ടോ. അപ്പോൾ അത്
പണിയുള്ള കാരണമാണ് അമ്മ പത്തിരി അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പത്തിരി കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് പൂതിരിച്ചിട്ട് അപ്പോൾ ഒന്ന് പത്തിരി തന്നെ ഉണ്ടാക്കാൻ എത്തി. ദോശ മാവ് ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കും ചെയ്തിട്ടോ. അതിൽ ഇനി അമ്മ ഉഴുന്ന് അരച്ചിട്ട് ദോശ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ ഇനി കാട്ടണമെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ചുട്ടുണ്ടാക്കുന്നത് രുചി കിട്ടൂല ഏത് പത്തിരി. പേപ്പർ പോലെ ആ ഒരു രസമുണ്ടാവില്ല. അത് വെറുതെ ഒരു പണിയില്ലാത്തവർക്ക് നല്ല സുഖം. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കുക. ഞുണ്ണൊക്കെ വരുന്ന സമയത്ത് എല്ലാ പരിച്ച് പുട്ടും കുറച്ച് കടലയും ഒക്കെ വാങ്ങിയാൽ മതി. ഒക്കെ എല്ലാതും ഉണ്ടാക്കുക. മുക്ക അതെന്നാ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുക, കുറച്ച് പത്തിരി ഉണ്ടാക്കുക, കുറച്ച് പുട്ട് ഉണ്ടാക്കുക. വേണ്ടവർക്ക് ഇന്ന ഒന്നും വാങ്ങണ്ട, കുറച്ച് ചിക്കൻ മാത്രം വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ പാവ അച്ഛൻ അവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനൊരു പണി കൊടുത്താണ് ഉള്ളി അരിയാൻ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനത് ആ ഉള്ളിയൊക്കെ അരിയുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ അമ്മ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഉള്ളിയും കൂടി അരിഞ്ഞ് റെഡിയാക്കി കൊടുത്താൽ വേഗം കറി വെക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വേഗം കൊണ്ടുപോയി കൊടുത്തിട്ട്. അപ്പോൾ അച്ഛന് ആ ഉള്ളിയൊക്കെ അരിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ വീഡിയോ എടുക്കുകയാണോ അതോ അനിയത്തികൾ വിളിക്കുകയെന്ന് അച്ഛൻ അറിയില്ല കേട്ടോ. അപ്പോൾ അച്ഛനോട് പറയട്ടോ അമ്മ ഹായ് പറയാൻ. അപ്പോൾ അച്ഛൻ കൈ കൊണ്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മേൻ്റെ കയ്യിൽ ഫോൺ കൊടുത്താണ്. അപ്പോൾ അച്ഛനവിടെ പിന്നെ ഉള്ളി അരിയേണ്ട ഒന്ന് പോയിട്ട് വീഡിയോ എടുക്കുക പറഞ്ഞിട്ടേ. അപ്പോൾ അതാ എന്താ പറയുക അമ്മയ്ക്ക് അറിയണില്ല കേട്ടോ എങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ട് അമ്മേനെ പറഞ്ഞാച്ചാട്ടോ. അപ്പോൾ അമ്പാടിക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അനിയത്തിയുടെ മോൻ്റെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, വണ്ടികളൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഓനെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറുമ്പും വാശിയൊന്നുമില്ല കേട്ടോ. ഓന് എൻ്റെ അടുത്തേക്ക് വരും ചെയ്യില്ല, ഓന് വിട്ട് കളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അത് അമ്മ പത്തിരി ഉണ്ടാക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ തൊടിയിൽ 4 കല്ല് വെച്ചിട്ടുണ്ട്. അവിടെ അമ്മ ചോറൊക്കെ വയ്ക്കുക കേട്ടോ. പുറത്തും അടുപ്പ് കൂട്ടിയുള്ള ഉപകാരം എന്താണെന്നറിയാം. പുറത്തുള്ള എന്താ പറയുക ചുള്ളലും അതേപോലെ ഈ ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കാറ്റെടുത്ത് വീണ ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കത്തിക്കാലോ പറഞ്ഞിട്ട് അമ്മ പുറത്ത് ഇങ്ങനെ കല്ല് കൂട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക ചായക്കും അതേപോലെ കുടിക്കാനുള്ള വെള്ളം ചോറും ഒക്കെ പുറത്ത് വയ്ക്കും കേട്ടോ. ഇന്നാണെങ്കിൽ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അത് അച്ഛനവിടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടണം കേട്ടോ. കാരണം കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മതിൽമേക്ക് അതിൻ്റെ വേര് പോയിട്ട് ഇപ്പോൾ 2 മരത്തിൻ്റെ വേരിനെ കണ്ടോ, ഒരു മരത്തിൻ്റെ വേര് പോയിട്ട് മതിലിൻ്റെ അരുവിക്ക് അങ്ങനെ മതിലിൻ്റെ അരുവിക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾ ആ മതിൽ പൊട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ നേരായി കൊടുക്കേണ്ട ഒരു മതിൽ. കാരണം ഞങ്ങളെ മതിലല്ല കേട്ടോ, അപ്പോൾ അപ്പുറത്ത് അവർ കെട്ടിയ മതിലാണ്. അപ്പോൾ അത് പേടിച്ചിട്ട് അച്ഛനെ അരിക്കിലുള്ള മരങ്ങളൊക്കെ മുറിക്കണം. അപ്പോൾ ഇനി മഴ അതിൻ്റെ മുന്നേ അച്ഛനെ മരങ്ങളൊക്കെ വെട്ടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അതാ വലിയ പത്തിരിക്കല്ലുള്ള കാരണം അമ്മയ്ക്ക് ഇന്ന് വേഗം പത്തിരി ചുടാനായിട്ടോ. കാരണം എന്താ ഒരു 5-6 പത്തിരിയൊക്കെ ഒരു ട്രിപ്പിൽ തന്നെ പോകും കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് പൊടി എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം സമയം കുറച്ച് വൈകിയ കാരണം കുറച്ച് പൊടി എടുത്തിട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക അമ്മ അവിടെ പത്തിരി ഇങ്ങനെ ചുടുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കനൊക്കെ മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നോട് കുറേ നേരമായിട്ടാണ് പോയിട്ട് ഉണ്ടാക്കാൻ പറയണമെന്നിട്ട്. കാരണം ഇനി ചിക്കൻ കറിയും കൂടി ആയിട്ട് വേണം ഞങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അമ്മ എന്താ പറയുക ഞങ്ങൾ ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ അമ്മ വയ്ക്കുകയാണെങ്കിൽ ചിക്കന് എന്താ പറയുക അതിൽ ചിക്കനിൽ കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി എല്ലാം മസാല ഇട്ടിട്ട് അതിൽ കുറച്ച് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും പച്ചമുളകും വലിയ ഉള്ളി ഒക്കെ പാടിട്ടിട്ട് നല്ല കുഴച്ചിട്ട് എന്താ പറയുക അടുപ്പത്തേക്കാണ് വെക്കുക ചെയ്യാം. എന്നിട്ട് പിന്നെ ചെറിയ ഉള്ളിട്ട് വറവിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അമ്മ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടിനെ അവിടെ ഇരിക്കുന്നത്. അമ്പാടിക്ക് വിശന്നിട്ട് അറിയുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. അമ്പാടി അപ്പു പറയുമായിരുന്നു വിശക്കുണ്ട്. അപ്പോൾ അതേപോലെ അമ്പാടിയും പറയും വിശന്നിട്ട് വയ്യാന്ന്. അപ്പോൾ അതാ ഓലിക്ക് വേഗം ചായ കൊടുത്തിട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയ കാരണം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ നല്ല സാവധാനം ഇല്ലാതൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്നാവോ വേഗം പെട്ടെന്ന് വെച്ച കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കറിക്ക്. പിന്നെ എരിവ് കുറച്ച് കുറവായിട്ടോ. കാരണം അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടോ അച്ഛന് എരിവ് വേണം കേട്ടോ, എന്നാലേ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ പറയും. പക്ഷേ ഇന്ന് ചിക്കൻ കറിക്ക് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ എരിവ് മാത്രം കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് എന്താ പറയുക മസാലയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടോ. ഈ അമ്പാടിക്ക് കൊടുക്കണ കാരണം എന്താ എരിവ് കുറച്ചിട്ടത് കേട്ടോ അമ്മ. അപ്പോൾ അതാ അപ്പൂന് പിന്നെ അത് വിഷയമില്ല, അപ്പൂന് എരിവ് പ്രശ്നമില്ല. സോനുവിനാണ് എരിവ് പ്രശ്നം കേട്ടോ. അപ്പോൾ എന്താ പറയുക സോനുവിന് എരിവ് കുറച്ചിട്ടാണ് അവിടെയൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കൽ.
അപ്പോൾ അതാ ഞാനും ചാടിക്കായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ അധികം അത്ര വിശപ്പുണ്ടല്ലോ. ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കിയില്ല, കിടന്ന ദോശയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ദോശക്കല്ലൊക്കെ, അതൊക്കെ എടുത്ത് തിന്ന കാരണം അത്ര വിശപ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.